പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിൽ ഹിന്ദുവിനെ ഏകോപിപ്പിക്കുന്ന ഈ മഹാസമ്മേളന വേദിയിൽ തന്നെ ഗണപതി ഉത്തമ
शीतला सस्यश्यामला मातरं वन्दे मातरं शुभ्रज्योत्स्ना पुलकितयामिनी फुल्लकुसुमित द्रुमतलशोभिनी सुहासिनी सुमधुरभाषिणी सुखदां वरदां मातरं वन्दे मातरं वन्दे मातरं. നമുക്ക് ഒരു സമൃദ്ധമായ പൈതൃകവും ആത്മീയതയും നൽകുന്നു. ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്ന സവിശേഷത എന്നാൽ ഓരോ വ്യക്തിയും ഓരോ സമൂഹവും നമ്മുടെ ഏകതയുടെ സന്ദേശത്തിൽ ചേർന്ന് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുകയും പരസ്പരം ബലവത്താക്കുകയും ചെയ്യുന്നു. നമ്മുടെ സാംസ്കാരിക പൈതൃകം മതേതര സഹജീവിതം, പരസ്പര സ്നേഹം ഇവയാകുന്നു. നമ്മുടെ ശക്തിയുടെ അടിസ്ഥാനം. എല്ലാവരുടെയും സാന്നിധ്യം ഈ സമ്മേളനത്തെ വിജയകരമാക്കുന്നു. ഇതിലൂടെ നമ്മൾ പുതിയ ആശയങ്ങൾ പങ്കുവച്ച് പരസ്പര ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനും നമ്മുടെ സാംസ്കാരിക ഐക്യത്തെ കൂടുതൽ ഗൗരവത്തോടെ മുന്നോട്ട് നയിക്കാനും സാധിക്കും. ഇതിനാൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും സഹിതം എല്ലാവരെയും ഇന്ന് ഏകതാ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണത്തിനായി ഈ ഏകതാ സമ്മേളനത്തിന്റെ ചെയർമാൻ ഗോപാലകൃഷ്ണൻ നമ്പൂതിരി അടിമയിലത്തെ സ്വാഗതം ചെയ്യുക. ബഹുമാന്യരെ, ഇന്നിവിടെ ഇങ്ങനൊരു യോഗം സംഘടിപ്പിച്ചത് നമ്മളുടെ ഹിന്ദുക്കളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 100 വർഷക്കാലമായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അതിൻ്റെ വളർച്ചയും വന്നതിന് 100-ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ഇന്ത്യ രാജ്യത്ത് മൊത്തമായിട്ടും ഇങ്ങനെ ഏകതാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച നടത്തേണ്ടതായിരുന്നെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്ക് ഇത് മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. എന്നാൽ തന്നെ ഇതിൻ്റെ വിശദമായ വിവരങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മുടെ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം പിന്നീട് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വേദിയിലേക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കുട്ടനാടിൻ്റെ ശബ്ദമായി അടയാളപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന ഗോകുൽ ഗോപകുമാറിനെ സ്വാഗതം ചെയ്യുകയാണ്. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ തുടരുമെന്ന സിനിമയിൽ ചലച്ചിത്ര പിന്നണി ഗാനം ആലപിച്ച ഗോകുൽ ഗോപകുമാറിനെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അതിൽ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ അമ്മയുടെ വീട് ഇവിടെ അടുത്താണ്, കരിമാടി. അപ്പം ഹിന്ദു ഏകതാ സമ്മേളനത്തിന് എന്നെ ഇവിടെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചതിന് ഒത്തിരി സന്തോഷം. വിളിച്ചവർക്ക് ഒത്തിരി നന്ദി. പിന്നെ ഇവിടെ പറഞ്ഞു അനുഗ്രഹീത പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചതെന്ന്. എനിക്കങ്ങനെ പ്രഭാഷണം ഒന്നും പറയാനറിയില്ല. ഞാൻ ഒരു കാര്യം എനിക്ക് അറിയാവുന്നത്, ചെറുപ്പം തൊട്ടേ ഞാൻ അബുദാബിയിലായിരുന്നു. അപ്പം ഇവിടെ ബാലഗോകുലം എന്ന് പറയും, അവിടെ ബാലഭാരതി എന്ന് പറയും. അപ്പം ചെറുപ്പം തൊട്ടേ ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതത്തിലുപരി അതൊരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു സംസ്കാരം എന്നുള്ളതാണ്. അത് പാലിക്കുന്ന ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ ഹിന്ദു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതിൽ ഈ പറയുന്ന പോലെ ഒരു മതത്തിനെ താഴ്ത്തി കാണിക്കുന്നില്ല, ആരെയും ഉപദ്രവിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സംസ്കാരം ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് വന്നത്. പിന്നെ എനിക്കധികം സംസാരിക്കാൻ, ഇതിനെപ്പറ്റി ആധികാരികമായി കുറേ സംസാരിക്കാൻ ആൾക്കാർ ഇവിടെ ഉണ്ട്. അന്ന് ചെറുപ്പത്തിലെ മുതലേ ഞാൻ ഈ ഹിന്ദു ഐക്യ സമ്മേളനത്തിന് പറ്റിയ ഒരു ഗാനം ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് കേട്ട് വളർന്ന ഒരു ഗാനമാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി 4 വരി പാടാം. അമരമാകണമെന്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം.
എവിടെയും ജനജീവിതം അരുതനീതികളാർത്തരറിയരു അമ്പദുഃഖമൊരൽപ്പവും വിശ്വശാന്തി വളർത്തുവാനവൾ ശക്തിശാലിനിയാകണം അമരമാകണമെന്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം നിഖില വൈഭവ പൂർണ്ണമാവണം എവിടെയും ജനജീവിതം എവിടെയും ജനജീവിതം. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോക വനിതാ ദിനം കൂടെയാണ്. അപ്പോൾ എല്ലാ വനിതകൾക്കും ലോക വനിതാ ദിനം കൂടി ഞാൻ ആശംസിക്കുകയാണ്. ഒന്നുകൂടി എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഹിന്ദുക്കൾ നാം ഒന്നാണേ, ഹിന്ദുക്കൾ നാം ഒന്നാണേ, ഹിന്ദുക്കൾ നാം ഒന്നാണേ. പരമ്പൊരുളൊന്നേ രണ്ടില്ല, ഉണ്മയുമൊന്നേ പലതില്ല. ഹരിയും ഹരനും ഹരിഹരസുതനും അതിനുടെ പലതാൻ രൂപങ്ങൾ. ദർശകരനവധിയുണ്ടാകാം, ദർശന വിഹിതതയുണ്ടാകാം. എങ്കിലും അഖിലനും ഒന്നായൊഴുകും ഹിന്ദു ഭഗീരഥിയൊന്നാണേ. ഹിന്ദുക്കൾ നാം ഒന്നാണേ, ഹിന്ദുക്കൾ നാം ഒന്നാണേ, ഹിന്ദുക്കൾ നാം ഒന്നാണേ. ആമരനീമരമെന്നോതി അമരതനേറിയ വനവേടൻ കടത്തുകാരനെ കെട്ടിപ്പുണരും കാനനഗാമി ഭൂപാലൻ. അരയത്തി പെൺ പെറ്റ മകൻ വേഗം നാലായി പകുത്തവൻ. പരച്ചി പെറ്റൊരു പന്തിരു കുലവും തോൾ ചേർന്നമരും നാടാണേ. ഹിന്ദുക്കൾ നാം ഒന്നാണേ, ഹിന്ദുക്കൾ നാം ഒന്നാണേ, ഹിന്ദുക്കൾ നാം ഒന്നാണേ. നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. നമുക്കറിയാം, രാഷ്ട്രീയ സ്വയംസേവക സംഘം 1925 വിജയദശമി ദിവസമാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രൂപം കൊണ്ടത്. സുസംഘടിതമായ ഹിന്ദു സമാജത്തിലൂടെ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് സംഘടനയുടെ പിറവി. നമുക്കറിയാം, ഭാരതത്തിൽ എല്ലാ കാലഘട്ടത്തിലും സംഘടനകൾക്ക് കുറവൊന്നുമില്ലായിരുന്നു. ഒട്ടനവധി സംഘടനകൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ ഒട്ടനവധി സംഘടനകൾ ഉണ്ടായിരുന്നു. സംഘടനകളുടെ കുറവ് കൊണ്ട് ഒരു പുതിയൊരു സംഘടന രൂപം കൊടുത്തതല്ല. സംഘസ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കേശവപിള്ള ഹെഡ്ഗേവർ, അദ്ദേഹം ആധുനിക മെഡിസിനിൽ ഒരു ബിരുദം നേടിയ ഒരു വ്യക്തിയായിരുന്നു. ജന്മനാ ദേശഭക്തനായിരുന്നു. 7 വയസ്സുള്ളപ്പം മുതൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലും അതോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായ ആളായിരുന്നു. പക്ഷേ 15 വർഷക്കാലം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലും തീവ്രവാദ സംഘടനയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഹിന്ദു മഹാസഭയിലും എല്ലാം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം വിദ്യാഭ്യാസ കാലഘട്ടത്തിലുമൊക്കെ ഈ രാഷ്ട്രത്തിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചിരുന്നു. 15 വർഷക്കാലം അദ്ദേഹം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുകയും അന്നത്തെ പ്രഗത്ഭരായ വ്യക്തികളുമായിട്ടൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് 15 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെയും അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെയും ഫലമായിട്ടാണ് 1925 വിജയദശമി ദിവസം സംഘത്തിന് രൂപം കൊടുത്തത്. വളരെ കുറച്ച്
പട്ടാളക്കാർ അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള ആൾക്കാർ മൈലുകൾക്കപ്പുറത്ത് നിന്ന് ഭാരതം പോലെയുള്ള വിശാലമായിട്ടുള്ള ഈ രാഷ്ട്രത്തെ അടിമയാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചത്. ആ കാലഘട്ടത്തിൽ എല്ലാ ആൾക്കാരും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഏത് വിധേനയും നേടണമെന്ന് മാത്രം ആഗ്രഹിച്ച സമയത്ത് ഡോക്ടർ ജി ആഗ്രഹിച്ചത് ഈ രാഷ്ട്രത്തിന് എങ്ങനെയാണ് ഈ പാരതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ എത്തിച്ചേർന്നതെന്നാണ്. അദ്ദേഹത്തിന് ചിന്തിച്ചപ്പോൾ മനസ്സിലായ അടിസ്ഥാന ജനവിഭാഗമായിട്ടുള്ള ഹിന്ദു സമാജത്തിന്റെ അസംഘടിതാവസ്ഥയാണ് ഭാരതത്തിന്റെ ഈ ഗതിക്ക് കാരണം, അല്ലെങ്കിൽ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിന്റെ ഫലമായിട്ടാണ് 1925 ആത്മവിശ്വാസം നഷ്ടപ്പെട്ട, ആത്മാഭിമാനം നഷ്ടപ്പെട്ട, ഒരിക്കലും സംഘടിക്കുകയല്ല, എള്ളിന്റെ സ്വഭാവമാണെന്ന് കരുതിയിരുന്ന ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് രൂപം കൊടുത്തു. പിന്നീട് 15 വർഷക്കാലം അദ്ദേഹം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് 1940 അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഭാരതത്തിന്റെ അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രവിശ്യയിലും സംഘത്തിന്റെ പ്രവർത്തനം എത്തിച്ചു. നമുക്കറിയാം, ഭാരതം ഒരു വളരെ പുരാതനമായിട്ടുള്ള, വളരെ പൈതൃകവും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രമാണ്. ഭാരതം മാത്രമല്ല, ലോകത്തെ നമുക്ക് ചരിത്രത്തിലേക്ക് പഠിച്ചിട്ടുണ്ട്, ഭാരതത്തെക്കാൾ വളരെ അതിശക്തിശാലികളായ വിശാലമായ സംസ്കാരമുള്ള, ശാസ്ത്ര പാരമ്പര്യമുള്ള ഒട്ടനവധി രാജ്യങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ഒട്ടനവധി രാഷ്ട്രങ്ങളും സംസ്കാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈജിപ്ഷ്യൻ സംസ്കാരം വളരെ പാരമ്പര്യമുള്ള പൗരാണികമായിട്ടുള്ള ഒരു സംസ്കാരമായിരുന്നു. ലോകത്തിന് മഹത്തായ സംഭാവന നൽകിയ ഒരു രാഷ്ട്രമായിരുന്നു, ജനതയായിരുന്നു ഈ ഈജിപ്ഷ്യൻ സംസ്കാരം, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ രാഷ്ട്രം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഗ്രീക്ക് സംസ്കാരം, റോമ സംസ്കാരം, പേർഷ്യൻ സംസ്കാരം, ഇങ്ങനെയുള്ള ഒട്ടനവധി മഹത്തായ സംസ്കാരങ്ങൾ ലോകത്ത് വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം അതെല്ലാം ശക്തിശാലികളായിരുന്നു. ലോകത്തിന്റെ നെറുകയിൽ വിരാജിച്ചിരുന്ന രാഷ്ട്രങ്ങളാണ്, ലോകത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ രാഷ്ട്രമായിരുന്നു. പക്ഷെ ഇന്നും ആ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളെല്ലാം അവശേഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ സംസ്കാരങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ന് ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടെങ്കിലും അത് പഴയ ഈജിപ്ഷ്യൻ സംസ്കാരം വഹിക്കുന്ന, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പകരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി പോലും അവിടെ അവശേഷിച്ചിട്ടില്ല. മറിച്ച് ആ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കിയ അധിനിവേശ ശക്തികളുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് ഇന്ന് അവിടെയുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഗ്രീക്ക് സംസ്കാരം ഒരു കാലഘട്ടത്തിൽ ലോകത്തെ മുഴുവൻ കീഴടക്കി എന്ന് അഭിമാനിച്ചിരുന്ന അലക്സാണ്ടറുടെയൊക്കെ രാജ്യമായിരുന്നു ഗ്രീക്ക്. അതുപോലെ അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലേറ്റോ തുടങ്ങിയ ചിന്തകന്മാരുടെ നാടായിരുന്നു. ലോകത്തെ ആധുനിക മെഡിസിൻ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ കണ്ടുപിടിച്ച ആൾക്കാരെന്ന് പറയുന്നത് ഗ്രീക്കുകാരാണെന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാവിധ സംഭാവനകളും ലോകത്തിന് കലയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും ശാസ്ത്രത്തിനും ഒക്കെ നൽകിയ ഒരു ഗ്രീക്ക് സംസ്കാരം അതിന്ന് അവശേഷിച്ചിട്ടില്ല. ഗ്രീസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടെങ്കിലും അവിടെയുള്ള ഏതൊരു വ്യക്തിക്കും പഴയ 500 1000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പൂർവികർ അനുഭവിച്ചിരുന്ന ആ സംസ്കാരത്തിന്റെ ഭാഗമാകാൻ സാധിച്ചിട്ടില്ല. മറിച്ച് അവരെ ആക്രമിച്ച് കീഴടക്കിയ വൈദേശിക ശക്തികളുടെ, അല്ലെങ്കിൽ അധിനിവേശ ശക്തികളുടെ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ് ഇന്ന് ഗ്രീസിലുള്ളവർ. ഇതേപോലെ തന്നെയാണ് റോമ സംസ്കാരവും. അതേപോലെ തന്നെയാണ് ഇന്നിപ്പം നമുക്ക് പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യമായിരുന്നു പേർഷ്യ, അല്ലെങ്കിൽ പാർസി സംസ്കാരം, അല്ലെങ്കിൽ പേർഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത്. ഇറാനും ഇറാഖും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു. ആ പേർഷ്യൻ സംസ്കാരം കലയ്ക്കും സാഹിത്യത്തിനും സംഗീതത്തിനും ഒക്കെ വളരെ സംഭാവന നൽകിയ മഹത്തായ ഒരു സംസ്കാരം തന്നെയായിരുന്നു. പക്ഷേ അത് നമുക്കറിയാം, ഏകദേശം 25 വർഷങ്ങൾ മാത്രമേ ആ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ തുടച്ചു നീക്കുവാൻ അധിനിവേശ ശക്തികൾക്ക് സാധിച്ചുള്ളൂ. 25 വർഷത്തിന് ശേഷം ആ പാർസികൾ ആ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇന്ന് നമുക്കറിയാം, അവരിൽ അവശേഷിച്ചിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഏകദേശം 1 ലക്ഷത്തിൽ താഴെ പാർസികൾ എന്നല്ലെങ്കിൽ സൗരാഷ്ട്രീയ മതം വിശ്വസിക്കുന്ന ആൾക്കാരുള്ളൂ. ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ ടാറ്റയും, അതേപോലെ തന്നെ ഗോദ്രേജ്, ഭാരതത്തിന്റെ ഫീൽഡ് മാർഷലായിരുന്ന സാം മനേക്ഷ, അതേപോലെയുള്ള വലിയ വൈഭവശാലികളായിട്ടുള്ള ആൾക്കാർ, അവർ ഭാരതത്തിൽ അഭയം പ്രാപിച്ച പാർസികൾ അല്ലെങ്കിൽ സൗരാഷ്ട്ര മതത്തിന്റെ പിൻഗാമികളാണ്. വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ആ പേർഷ്യ എന്ന് പറയുന്ന സംസ്കാരത്തെയും രാഷ്ട്രത്തേക്കും തുടച്ചു നീക്കി. നമുക്കറിയാം, ഈ